എന്നാളും നമ്മളൊന്നായിടും കരളിൽ Close to curtains, what you waiting for? And they'll be keeping. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വീക്കെൻഡുമാണ്, അതുമാത്രമല്ല സൺഡേയും കൂടി കേട്ടോ. അപ്പോൾ ഒരു വീക്കെൻഡ് ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ചെറുതായി ഒന്ന് ദുബായിൽ പോവുകയാണ്. നമ്മൾ കുറച്ച് ഫാമിലീസിനെ കാണാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ട് പോണത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. കാരണം അവളെ ഉപ്പയും ഉമ്മൊക്കെ നാട്ടിൽ പോവാണ് അടുത്ത ദിവസം. അപ്പോൾ പിന്നെ അവരെ പിന്നെ കാണാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അവരെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചക്ക് അവിടെ കൂടണം, ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദുബായിൽ പോയി സ്ഥലങ്ങളൊന്നും നമ്മൾ കാണാൻ ഇറങ്ങിയില്ല. ഒന്നാമത് ഭയങ്കര ചൂടാണ്, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങൽ റിസ്ക് ആയിരിക്കും. പിന്നെ ഈദൊക്കെ ആവാനായതല്ല, അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അത് നമ്മൾ എവിടെയെങ്കിലും പോകണം, കറങ്ങണം എന്നൊക്കെയുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ദുബായിൽ എവിടെയെങ്കിലുമൊക്കെ പോവും. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് ഇപ്പോൾ പോയി സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഫാമിലീസിനെയും ഒക്കെ കാണാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ. طيب اسمح لي من الآخر أصيرك ثم أعيشك فيك وأحبك وشكرا. ചൂട് കൂടിയ കാരണം തന്നെ ഗ്ലോബൽ വില്ലേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അബുദാബിയിൽ നിന്ന് നമുക്ക് ദുബായിലേക്ക് ഏകദേശം നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഇവർ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് ഏകദേശം 2 hourൻ്റെ അടുത്തോളം നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലേ നമുക്കൊരു ഉച്ചക്ക് ഒരു ഫുഡൊക്കെ കഴിക്കാനാവുന്ന ഒരു രീതിയിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള അതുകൊണ്ട് നമ്മൾ മോർണിംഗ് ഇറങ്ങിയിട്ടില്ല. അവർ ആ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് വില്ലയിലാട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഓരോ വില്ലയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടുത്തെ ഓരോ വ്യൂസ്. നമ്മൾ ഏകദേശം നമ്മൾ അവിടെ അവരെ ലൊക്കേഷനിൽ എത്താനായിട്ടോ എത്തിയ പാടന്നെ നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നിട്ടോ. എന്ത് ജ്യൂസാണെന്നൊന്നും എനിക്കറിയില്ല, അടിപൊളി ഉണ്ട് എന്തായാലും, നല്ല ടേസ്റ്റുള്ള ജ്യൂസ്. അവളെ താതാൻ്റെ ചെറിയ മോളാണ് കേട്ടോ. നല്ല രസമുണ്ട് ആളെ കാണാൻ. അടുത്ത ആളത് ഫോണും ഇരുന്ന് കളിക്കുന്നുണ്ട്. കഴിഞ്ഞു. പിന്നെ അവർ ഫുഡൊക്കെ വിളമ്പിട്ടോ. അവളൊപ്പാൻ നല്ല സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഹണി കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ കസിൻ്റെ റൂമിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർക്ക് നമ്മൾ പോകുമ്പോൾ ബീലബാനും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. പിന്നെ നമ്മൾ നമ്മളെ കസിൻ്റെ റൂമിലെത്തി. അവിടുന്ന് പിന്നെ നമ്മൾ നല്ല കോഫിയും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നമ്മൾ വേറെ കസിനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ അവൾ അവിടെ നിന്ന് നേരെ പോയത് ഷാർജയിലായിരുന്നു. നമുക്ക് വേറെ ഒരു കസിനും കൂടി കാണാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഷാർജയിൽ പോയത്. അങ്ങനെ ആൾ ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ നേരെ പോയത് ഡ്യൂട്ടീൻ്റെ സ്ഥലത്തേക്കാട്ടോ പോയത്. ആൾ ഫാർമസിയിലാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടാണ് നമ്മൾ നേരെ പോയത്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് നമുക്ക് കുറച്ച് നേരത്തെ റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല മൺഡേ മുതലാകുമ്പോൾ എല്ലാവർക്കും. പിന്നെ ഒന്നാമത് ഷാർജ ദുബായ് റോഡൊക്കെ ഭയങ്കര റഷായിരിക്കും കേട്ടോ. നല്ല ബ്ലോക്കിൽ, അത്യാവശ്യം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അത് പിന്നെ നമ്മൾ നേരെ പോയത് മൊയിലയിലുള്ള ഷാത്തർക്കായിരുന്നു. നമ്മളവിടെ എത്തിയ ടൈമിൽ അങ്ങനെ വല്ലാതെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറേ പേര് വരാൻ തുടങ്ങിട്ടോ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ നല്ല അടിപൊളി മട്ടൻ സൂപ്പ് സെർവ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാട്ടോ മട്ടൻ്റെത്. അത് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ഗീ റൈസും പോലെ പെരി പെരി ചാർക്കോളും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് ഗീ റൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടോ. എനിക്കെന്തോ അത് കഴിക്കാൻ പോതിയോ, അപ്പോൾ അങ്ങനെ കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അബുദാബിയിലേക്ക് തിരിച്ചെത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ ഫുള്ള് നൈറ്റാണ്. അതിൻ്റെ ശരിക്കൊരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈദ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഫുള്ള്
പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. നൈറ്റ് നമുക്ക് ആ റോഡ് സൈഡിൽ കൂടെ തന്നെ പോകുമ്പോൾ ഭയങ്കര രസമാട്ടോ കാണാൻ. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ.